വളരെ പ്രിയപ്പെട്ട VS സുനിൽകുമാർ, ആദരണീയായിട്ടുള്ള ഗീത നസീർ, TK ശക്തിധരൻ, ഫസീല, തൈക്കാട്, ദിരാറ്, രാവുണ്ണി, മറ്റു സുഹൃത്തുക്കളെ, ഇന്ന് ഈ ദിവസം മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. പക്ഷേ വളരെ വേണ്ടപ്പെട്ട രണ്ട് പരിപാടികൾ ഇപ്പം ഒഴിവാക്കാനാവാത്തത്, അതായത് ഇതടക്കം, അത് പരസ്പരം അറിയാതെ ആ തീയതി വെച്ചു പോയതാണ്. പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കൺവെൻഷൻ പ്രിപ്പയർ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിർബന്ധമായി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ ഉച്ച സമയത്ത് ഇവിടെ എത്തിയത്. ഇങ്ങനെ ഒരു പരിപാടി സെക്കുലർ കുടുംബസംഗമം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, അതിനെപ്പറ്റി വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതെത്ര കൊണ്ട് അനിവാര്യമായൊരു സംഗതിയാണ് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. കാരണം മനുഷ്യനെപ്പോഴും സാമൂഹ്യ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മതങ്ങളും മറ്റ് അതുപോലുള്ള പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ടായത്. അപ്പോൾ വേറിട്ട് ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ, അതായത് വ്യവസ്ഥാപിതമായ മതങ്ങളുടെയും ഒക്കെ ചട്ടക്കൂട്ടിൽ നിന്ന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അതാണ് ഇന്ത്യയുടെയൊക്കെ ഒരു പ്രത്യേകത. യൂറോപ്പിലോ മറ്റൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മതത്തിൽ നിന്ന് മുക്തരാവുക, സ്വന്തമായിട്ടുള്ള ജീവിതം ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതൊന്നും അത്ര വലിയ പ്രതിസന്ധിയല്ല. ഇന്ത്യയെ പോലെ മതം, ജീവിതം വളരെ ശക്തമായിരിക്കുകയും അത് നമ്മുടെ വ്യവസ്ഥാപിത ജീവിതമായിരിക്കുകയും അതിൽ നിന്ന് വേറിടുന്നത് ഏതാണ്ട് ഒരു കുറ്റമായി പരിഗണിക്കപ്പെടുകയും, ഒരു വ്യവസ്ഥയുടെ മുന്നിൽ രാജ്യദ്രോഹം പോലുള്ള ഒരു കുറ്റമായി പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വേറിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പലപ്പോഴും മതേതരമായ ജീവിതം നയിക്കുന്നവർ പുതിയ കാലഘട്ടത്തിൽ, പുതിയ തലമുറയിലൊന്നും അത് അത്ര പ്രശ്നമായി കാണുന്നില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ആലോചിച്ചു, ഞാൻ അങ്ങനെ ഒരു മതേതര ജീവിതം എന്ന് പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ആളുകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരൊക്കെ തന്നെ ജീവിത പങ്കാളികളെ കണ്ടെത്തിയത് മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും തന്നെ വേർതിരിവ് പരിഗണിക്കാതെയാണ്. അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, പരിഗണിച്ചിട്ടല്ല. സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്വന്തം മതത്തിലോ അല്ലെങ്കിൽ ജനിച്ചു വളർന്ന മതത്തിലോ അല്ലെങ്കിൽ ജാതിയിലോ ഒക്കെ പെട്ട ഒരു ആളെയാണ് ഞാനും പങ്കാളിയായത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ യൗവനകാലത്തുണ്ടായിരുന്നേക്കാൾ കൂടുതലായിട്ട് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ മതങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് പോരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ തന്നെ അനുഭവം. അപ്പോൾ എനിക്ക് രണ്ടും ആൺമക്കളാണുള്ളത്. രണ്ടുപേരും മതമോ ജാതിയോ രാഷ്ട്രമോ ഒന്നും നോക്കാതെ വിവാഹം കഴിച്ചവരാണ്. പുതിയ ആളുകൾ ഒട്ടുമിക്കവാറും പേരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർക്ക് പലപ്പോഴും സാമൂഹികമായി ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാവും. ആശയപരമായും അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവും. ഇന്നിവിടെ കാലത്തുണ്ടായിരുന്ന KEN, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ സമരങ്ങളെയും സംബന്ധിച്ച് ഞാനിങ്ങനെ സുഹൃത്തായിരിക്കുകയും അല്ലെങ്കിൽ സഹയാത്രികനായിട്ട് ഒന്നിച്ച് സാമൂഹിക പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു കാര്യം. ഒരു മതേതരമായ, നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് മതേതര കേരളം എന്നൊക്കെ പറയുന്നത്.
പക്ഷെ ഒരു മതേതരമായ ഒരു ഇടം കേരളത്തിലുണ്ടോ? അത് കെയ്യനെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റു പലരെയും പോലെയല്ല, അദ്ദേഹം കർശനമായ ഒരു മതേതര ജീവിതം അനുവർത്തിക്കുന്ന ആളാണ്. പലപ്പോഴും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ട് ഏതാണ്ട് ഒരു മതത്തിൻ്റെ ആളായിട്ടും അതിനുവേണ്ടി വാദിക്കുന്ന ആളായിട്ടുമൊക്കെ വിലയിരുത്തപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ഒരു നിലയ്ക്കും അറിയാത്ത ആളുകളാണ്. ഒരു തരത്തിലുള്ള മതപരമായ ആചാരങ്ങളും അദ്ദേഹം പാലിക്കാറില്ല. അതിൻ്റെ ഭാഗമായി വാസ്തവത്തിൽ അദ്ദേഹം ഒരു വരട്ടുതത്വവാദിയെന്നോ അല്ലെങ്കിൽ യാന്ത്രികവാദിയെന്നോ ഒക്കെ വേണമെങ്കിലും പറയാവുന്നതാണ്. സാധാരണമായിട്ടുള്ള വിവാഹ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കില്ല. അതിൻ്റെ ആചാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കില്ല. മതേതര വിവാഹങ്ങളിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. വീട്ടിലും അങ്ങനെ തന്നെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ പലപ്പോഴും ഒറ്റപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ, ആശയപരമായ തലത്തിൽ പോലും അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് കെയ്യൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ കെയ്യനെ പോലുള്ളവരുടെ പ്രശ്നം? പലപ്പോഴും ഒരു മതേതര ജീവിതം തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അവർ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടായിട്ടുള്ള ആശയപരമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി, പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി, നവോത്ഥാനം പോലെയുള്ള മഹത്തായ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ അത്തരം ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാനം അത് വലിയ മട്ടിൽ ആ കാലഘട്ടത്തിൽ മതേതര ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല സംഗതികളും നമുക്ക് കാണാൻ കഴിയും. പേരുകൾ ഇടുന്ന കാര്യത്തിലായാലും പണ്ടുകാലത്തുണ്ടായിരുന്ന ജാതിവാലുകൾ അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ, അങ്ങനെയുള്ള വിഭാഗീയതകളൊക്കെ ഉപേക്ഷിച്ച് ഏതാണ്ട് മനുഷ്യരൊക്കെ തുല്യരാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഉടുപ്പിലും നടപ്പിലും മറ്റ് വിശ്വാസങ്ങൾ ഒരുപക്ഷെ മതവിശ്വാസങ്ങളൊക്കെ പുലർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയകാലത്തെ ചില പേര് ആ കാലഘട്ടത്തിലെ നവോത്ഥാനത്തിനെ പിന്തുടർന്നു വന്നവരുടെ മക്കൾക്കിട്ട പേരുകളിലൊക്കെ തന്നെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രേരണയാവുന്നുണ്ട്. പിന്നീട് വന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആവേശം ഒക്കെ തന്നെ മതേതര ജീവിതം തിരഞ്ഞെടുക്കാനും പങ്കാളികളെ മതം നോക്കാതെ ജാതി നോക്കാതെ അവർ പ്രിയപ്പെട്ടവർ എന്നുള്ള നിലയ്ക്ക് സ്നേഹത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനും ഒക്കെയുള്ള വലിയ കരുത്ത് പല വ്യക്തികൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം പ്രസ്ഥാനങ്ങളും ഇത്തരം പ്രക്ഷോഭങ്ങളും ഒക്കെ ധാരാളം നടന്ന ഈ കേരളത്തിൽ അതിനനുയോജ്യമായ ഒരു സാംസ്കാരിക പശ്ചാത്തലം അനുബന്ധമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഉയർത്തേണ്ടതുണ്ട്. മതേതര ജീവിതം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിത പ്രതിസന്ധികൾ, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത്തരം പ്രതിസന്ധികളെ മുൻനിർത്തി അവർക്ക് നിർബാധം തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും മാനസികമായ കരുത്ത് നേടിയെടുക്കാനും കഴിയുന്ന വിധത്തിൽ ഒരു മതേതര സമൂഹം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ നടന്നിട്ടുള്ള പരിവർത്തനങ്ങളുടെയൊക്കെ തുടർ പ്രക്രിയ വേണ്ടത്ര രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കൊക്കെ മാതൃകയായിട്ടുള്ള നിരവധി പരിവർത്തനങ്ങൾ. കേരളത്തിൻ്റെ നവോത്ഥാനം തന്നെ അത്തരത്തിലുള്ളതാണ്. നവോത്ഥാനത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയായിട്ടുള്ളത് സ്നേഹത്തെ മനുഷ്യബന്ധങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് സ്ഥാപിച്ചു എന്നുള്ളതാണ്. മറ്റൊരു സംഗതി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഇടപെടലിൽ പ്രധാനമായിട്ടും മതങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു മതങ്ങളും ഓരോ മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മതങ്ങളുടെയും ആചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊരു വലിയ ആശയമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞു, സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞത്, ഒരു വീട്ടിൽ തന്നെ നിരവധി മതങ്ങളുള്ളവരുണ്ടാവുക എന്നുള്ള ഒരു സ്വപ്നമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മതങ്ങളിൽ വിശ്വസിക്കുന്നവരും മതങ്ങൾ വിശ്വസിക്കാത്തവരും, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരും മതങ്ങളിൽ വിശ്വസിക്കാവുന്നവരൊക്കെ ഒരു വീട്ടിലുണ്ടാവുക. വീട് എന്നുള്ളത്, കുടുംബം എന്നുള്ളത് മതത്തിൻ്റെ ഒരു യൂണിറ്റ് ആകാതിരിക്കുകയും
വ്യക്തി എന്ന തലത്തിൽ മതം എന്നുള്ളൊരു രൂപത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും ഇപ്പോൾ പഠിച്ചു വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും അത്തരത്തിലുള്ളൊരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പഠനങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ അങ്ങനെയുള്ളൊരു സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെതാണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത്രയും വലിയൊരു നവോത്ഥാനം നടന്നിട്ട് പോലും ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജനാധിപത്യവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാംസ്കാരിക ജീവിതം നമുക്കുണ്ടായത്. ഇപ്പം നവോത്ഥാനം വളരെയേറെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഭക്ഷണത്തിലും ഒക്കെ തന്നെ നിരവധി പരിവർത്തനങ്ങൾ അനുബന്ധമായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഉണ്ടായ നമ്മുടെ ദേശീയ പ്രസ്ഥാനം, കർഷക തൊഴിലാളി മുന്നേറ്റങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ നിരവധി പരിവർത്തനങ്ങളും പരിഷ്കാരങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലതും സംഭവിച്ചു. ജന്മിത്വം എന്ന് പറയുന്ന അതിക്രൂരമായ ഒരു വ്യവസ്ഥ തന്നെ ഏതാണ്ട് ഇല്ലാതായി എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും മാർക്സിസത്തെയും അതുപോലുള്ള സംഗതികളൊക്കെ സാമാന്യമായി ഇങ്ങനെ പഠിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക മേഖലയിലോ സാമൂഹ്യ മേഖലയിലോ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങൾ അതിൻ്റെ മേൽത്തട്ട് എന്ന് പരിഗണിക്കപ്പെടുന്ന സംസ്കാരത്തിൽ വളരെ ശക്തമായി സ്വാധീനിക്കുകയും അതിനെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ്. അതിന് എത്ര കാലം എടുക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം ഒരു വിചിത്രമായ ഒരു സമൂഹമായിട്ട് തോന്നുന്നു. പല മേഖലകളിലും ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായെങ്കിലും അത് ഒരു സാംസ്കാരികമായ ഒരു സംഗതിയായിട്ട് കേരളം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ജന്മിത്വത്തിൻ്റെ തന്നെ കാര്യം പറയാം. ജന്മിത്വം അവസാനിച്ചു. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി, ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളുടെ ഭാഗമായി, ഭൂവിതരണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ജന്മിത്വം അവസാനിച്ചു. പക്ഷെ ജന്മിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സാംസ്കാരിക ഘടകങ്ങളുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം കേരളത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജനാധിപത്യവൽക്കരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ജന്മിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സാംസ്കാരിക സവിശേഷതകളും അതിശക്തമായി തുടരും. ജന്മിത്വം തകർന്നതോടുകൂടി മോചിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, വലിയ ജനവിഭാഗങ്ങളുണ്ട്. ജാതി, അടിത്തട്ടിലുള്ള ജാതികൾ, കർഷക തൊഴിലാളികൾ, പണിയെടുക്കുന്ന നിരവധി വിഭാഗങ്ങൾ, ഇവരൊക്കെ തന്നെ മോചിക്കപ്പെട്ട ഒരു വലിയ സംഗതിയാണ് ജന്മിത്വത്തിൻ്റെ തകർച്ചയോടുകൂടി ഉണ്ടായത്. പക്ഷെ ജന്മിത്വത്തിൽ നിന്ന് മോചനം നേടിയ ജനവിഭാഗങ്ങൾ ജന്മിത്വത്തിൻ്റെ തന്നെ സാംസ്കാരികമായ അധികാരം, മേധാവിത്വ സംസ്കാരം സ്വയം ആർജിക്കുകയും വാസ്തവത്തിൽ അത് പിന്നീടുണ്ടായ എല്ലാ അധികാരഘടനകളുടെയും ഒരു സ്വഭാവമായി മാറുകയാണ് കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകൾ കൊണ്ട് എത്ര കണ്ടത് വ്യക്തമാവുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉദ്ദേശിക്കുന്നത് ജന്മിത്വം തകർന്നു, പക്ഷേ അതിൻ്റെ സാംസ്കാരിക വ്യവസ്ഥ നിലനിൽക്കുകയും അത് പിന്നീട് മോചിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു സാംസ്കാരിക ധാരയായി, അവരുടെ സാംസ്കാരികമായ ഒരു മേധാവിത്വമായി അവർക്ക് കീഴിലുള്ള മറ്റു സമുദായങ്ങളെ അടിച്ചമർത്തുന്നതിന് ഉള്ള ഒരു ഉപാധിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ കേരളത്തിൽ പിന്നാക്ക ജനവിഭാഗങ്ങൾ, ഇപ്പോൾ കാർഷിക രംഗത്തുള്ള പരിഷ്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടി. അവരെന്താണ് ചെയ്യുന്നത്? അവർ തങ്ങൾ ഏത് രീതിയിലാണ് അടിച്ചമർത്തപ്പെട്ടത് അതുപോലെ തന്നെ അതേ സ്വഭാവം ഉപയോഗിച്ചിട്ട് അതിന് കീഴിലുള്ള വിഭാഗങ്ങളെ അടിച്ചമർത്തുകയാണ് വസ്തുവിൽ ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ കോടതികൾ, നമ്മുടെ സർക്കാർ ഓഫീസുകൾ, നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ, എല്ലാ തരത്തിലുള്ള ചെറിയൊരു അധികാരം പോലും ഉണ്ടെങ്കിൽ ആ അധികാരത്തിൻ്റെ സ്വഭാവമുണ്ടല്ലോ. അപ്പോൾ അധികാരം എല്ലാ കാലഘട്ടത്തിലുണ്ടോ? അതൊരു ജനാധിപത്യ വ്യവസ്ഥയിലെ അധികാര രൂപമായിട്ടാണോ കേരളത്തിൽ നിൽക്കുന്നത്? ഒരിക്കലുമല്ല. ആ ജന്മിത്വ കാലഘട്ടത്തിലെ അധികാര രൂപമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ സാംസ്കാരിക വ്യവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ വലിയ പുരോഗമന സാഹിത്യം, അതിനു മുമ്പ് നവോത്ഥാന സാഹിത്യം, പിന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, ആധുനികത, അത്യന്താധുനികത, ഉത്തരാധുനികത, ഇതൊക്കെ സാഹിത്യത്തിൽ പ്രയോഗത്തിൽ മാത്രമല്ല പ്രസ്ഥാനമായിട്ടുമൊക്കെ വന്ന ഒരു പ്രദേശമാണല്ലോ കേരളം. പക്ഷെ ഇത്രകാലം വലിയ തരത്തിലുള്ള ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ സാഹിത്യം മുന്നോട്ട് വെച്ച സൗന്ദര്യ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്? അത് ആ സാഹിത്യം, മലയാള സാഹിത്യം രൂപപ്പെട്ട് വന്ന ഫ്യൂഡൽ ഘടനയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ അതേ സംഗതി തന്നെ.
ഇപ്പോൾ നിറം തന്നെ എടുക്കാം, മനുഷ്യൻ്റെ നിറത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആകൃതിയെ സംബന്ധിച്ച് ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു സൗന്ദര്യ സങ്കല്പം രൂപപ്പെട്ടു വന്നത്? അത് രൂപപ്പെട്ടു വന്നത് ഏത് കാലഘട്ടത്തിലാണോ ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥയുടെ അതേ സംഗതി തുടരുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതിലൊരു കോറിലേറ്റിക്കാൻ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് കുറ്റബോധത്തോടും സ്വയം വിമർശനത്തോടു കൂടി പറയുകയാണ്. വേണ്ടത്ര രീതിയിലൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞു വന്നത് മതേതര ജീവിതം തിരഞ്ഞെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മതേതരമായ ജനാധിപത്യപരമായ ഒരു ഇടം നമുക്കിനിയും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സംഘടിത മതങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഘടിത മതങ്ങളിൽ. അത് അടിയറയിട്ട് പറയുന്നു. ഈ ന്യൂനപക്ഷ മതങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേകമായിട്ട് തന്നെ കാണണം. ഒരിക്കൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ എഴുതി ബംഗ്ലാദേശിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അമ്പലത്തിൽ പോകുമായിരുന്നു, ഞാനൊരു വിശ്വാസിയാകുമായിരുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ മനുഷ്യൻ വിശ്വാസിയോ അവിശ്വാസിയാകുന്നതിന് പല കാരണങ്ങളുണ്ട്. പല സാമൂഹിക ഘടകങ്ങളും ഭൗതിക ഘടകങ്ങളും ഒക്കെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഘടിത ന്യൂനപക്ഷ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഒരാൾ, അവനെ മതം വാസ്തവത്തിൽ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറയണം. കുട്ടിക്കാലത്ത് മുതലേ തന്നെയുള്ള ഒരു സംഗതിയാണത്. അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു സംഗതിയിൽ നിന്ന് അവൻ പുറത്തു കിടക്കുകയാണ്. അവൻ പുറത്തു കിടക്കുന്നത് വേറൊരു മതത്തിൽ ചേരാനില്ല. അവൻ പ്രതീക്ഷിച്ചത് ഒരു ജനാധിപത്യ സമൂഹത്തെയാണ്, ഒരു മതേതര സമൂഹത്തെയാണ് അവൻ പ്രതീക്ഷിച്ചത്. അതിൻ്റെ ആവേശത്തിലാണ് അവൻ പുറത്തു കിടന്നത്. പക്ഷെ കടന്നു വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവന് നിൽക്കാനൊരു സ്ഥലമില്ല. അപ്പോഴാണ് വേറൊരു വാദഗതി ഉയർന്നു വരുന്നത്. ഇവിടുത്തെ നമ്മുടെ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന ഒരിടമുണ്ടല്ലോ, ജനാധിപത്യ ഇടം, അവിടെ അവന് നിന്നുകൂടെ? അപ്പോഴാണ് അവൻ പരിശോധിക്കുന്നത് ആ പൊതു ഇടം എന്ന് പറയുന്ന ആ ഒരു പൊതു ഇടമുണ്ടല്ലോ, ആ ഒരു പൊതു ഇടത്തെ അവൻ പരിശോധിക്കുകയാണ്. അവനാണ് പരിശോധിക്കുന്നത്, അവിടെ നിന്ന് വന്നിട്ടാണ് അവൻ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആത്മപരമായിട്ടുള്ള ഒരു വീക്ഷണത്തോടു കൂടിയാണ് അവന് ആ പൊതു ഇടത്തെ പരിശോധിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാവും ഇത് ഒരു പൊതു ഇടമല്ല, മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഭൂരിപക്ഷ മതത്തിൻ്റെ സ്ഥാപിച്ച ഒരിടമാണെന്ന് അവന് മനസ്സിലാവും. അതൊരു പ്രശ്നമാണ്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സംഘടിത മതം അസംഘടിത മതം. ഇപ്പോൾ ഹിന്ദുമതം ഇവിടുത്തെ ഭൂരിപക്ഷ മതമായിട്ടുള്ള അസംഘടിത മതം എന്ന് പറയുന്നത് കുറേയൊക്കെ ജനാധിപത്യം, അത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒരു ഇടമായിട്ട് പലരും കണക്കാക്കുന്നുണ്ട്. കുറേയൊക്കെ ഉണ്ടാവാം. കാരണം ഇപ്പോൾ മതത്തെ സംഘടിത മതമാക്കാൻ, ഹിന്ദു മതത്തെ സംഘടിത മതമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ RSSകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അസംഘടിത മതമാകുന്നതിൻ്റെ ഒരു സൗഭാഗ്യം വാസ്തവത്തിൽ ആ മതത്തിൽ നിൽക്കുന്നവർക്കുണ്ട്. അതിൻ്റെ ഗുണമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ അമ്പലത്തിൽ പോകാണ്ടിരിക്കാം, ഏതൊരു തരത്തിലും വിശ്വസിക്കാണ്ടിരിക്കാം, എത്ര ദൈവത്തെ വേണമെങ്കിലും വിശ്വസിക്കാം, അങ്ങനെയൊക്കെയുള്ള പല സൗകര്യങ്ങളും അതിലുണ്ട്. പക്ഷേ അവൻ വന്നത് അതിന് വേണ്ടിയിട്ടല്ല. ആര് വന്നത്? അവൻ വന്നത് ഈ ഒരു ഔദാര്യത്തെ പ്രതീക്ഷിച്ചല്ല, ഇതിനേക്കാൾ വിശാലമായ ഒരു ലോകത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ആവേശം കൊണ്ട് വന്നത്. അവന് നിൽക്കാനൊരിടമില്ല എന്നുള്ളൊരു അവസ്ഥ വാസ്തവത്തിൽ ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങൾക്ക് കൂടി പ്രസക്തിയുള്ള അല്ലെങ്കിൽ മതങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന, വിവിധ മതങ്ങളെയും മതമില്ലാത്തവരെയും വിശ്വാസികളെയും അവിശ്വാസികളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ആ രൂപത്തിൽ തന്നെ ഒരു ജനാധിപത്യ ഇടത്തെ സ്ഥാപിക്കാനാണ് വാസ്തവത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു വിദേശ പെൺകുട്ടിയാണ്. അവളുടെ മതം എന്താണെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹിന്ദുവും ക്രിസ്ത്യാനും എല്ലാം ഉണ്ട് അതിൽ. എല്ലാ വിഭാഗങ്ങളും കൂടി കലർന്നിട്ട് അവൾക്ക് അറിഞ്ഞൂടാ ഏത് മതത്തിലാണെന്ന് അവൾക്ക് അറിയില്ല. അപ്പോൾ അവളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവരൊക്കെ തന്നെ പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഇവൾക്ക് മതമില്ല, കുട്ടികൾക്ക് ആർക്കും മതമില്ല. ഇത്തരത്തിലുള്ളൊരു ഘടനയിലേക്ക് എന്തുകൊണ്ട് വന്നുകൂടാന്ന് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ അവളൊരു സാധാരണ പെൺകുട്ടി, അവൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അവളെ ഞാൻ ആലോചിച്ചു, മലയാളി പെൺകുട്ടിയാണ്, ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തതാണ്. ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് അവിടെ നിന്ന് കുടിയേറി അവിടെ
അവരൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ താമസിക്കുകയാണ്. കുറേ ആൾക്കാർ, ക്രിസ്ത്യൻ കുടുംബം, ഒരു പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയും ആ സൊസൈറ്റിയൊക്കെ ആയിട്ട് അവളുടെ ഒരു ആത്മബന്ധം ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ തന്നെ ഉറപ്പിച്ചു അവൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളെ ഒരു ക്രിസ്ത്യാനിയാക്കി തന്നെ നിലനിർത്താൻ, എൻ്റെ വീട്ടിൽ അവളെ ഒരു ക്രിസ്ത്യാനിയാക്കി നിലനിർത്താൻ ഞാൻ കഠിന പരിശ്രമത്തിലാണ് വാസ്തു. ആഘോഷങ്ങളും അവളെ പള്ളിയിൽ പോകാനൊക്കെ ഞാൻ, കാരണം അവൾ അടിസ്ഥാനപരമായ വിശ്വാസിയാണ്. അപ്പോൾ ആ ഒരു നില, അത് ശ്രീനാരായണ ഒരു തൻ്റെ മതസങ്കല്പത്തിൻ്റെ ഭാഗമായി കണ്ട ഒരു കാര്യമാണ്. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും മതങ്ങളിൽ വിശ്വസിക്കാത്തവർക്കും ഒരു വീട്ടിൽ താമസിക്കാവുന്ന ഒരിടം, പലപ്പോഴും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി പലപ്പോഴും പുരുഷൻ്റെ മതത്തിലേക്ക് സ്ത്രീ കടന്നു വരേണ്ട ഒരു നമ്മുടെ മിശ്ര വിഭാഗങ്ങളെയൊക്കെ തന്നെ അർത്ഥരഹിതമാക്കുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹൈറാർക്കിയുടെ പുരുഷ മേധാവിത്വത്തിൻ്റെയും സ്ത്രീയുടെ രണ്ടാം കിടയുടെയൊക്കെ ഭാഗമായി മിശ്രഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മതപരിവർത്തനം, പുരുഷൻ്റെ മതത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള ഒരു സാമൂഹിക ഘടന ഉണ്ടാകുന്നതിൽ ഒരു അർത്ഥമില്ല, നിരർത്ഥകമാണ്. വേണമെങ്കിൽ മതം ഇല്ലാതിരിക്കാം, അതിന് മാത്രം ആത്മധൈര്യവും വിവേകവും ആശയ ഔന്നത്യവും നവീകരണവും സ്വയം ആത്മനവീകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ രണ്ട് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ രണ്ട് മതത്തിലും വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മതം അവർക്ക് ഇഷ്ടമുള്ള കാലഘട്ടത്തിൽ, അവർക്ക് പ്രായമുള്ള കാലഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന വിധത്തിൽ. അതുതന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതായത് എന്തായിരിക്കണം ഒരാളുടെ മതം? അയാൾ ജനിച്ച മതത്തെയും ആ ചുറ്റുമുള്ള മറ്റു മതങ്ങളെയും പിന്നീട് പിറവിയെടുത്ത നവീനമായ ജനാധിപത്യ ആശയങ്ങളെയും ഒക്കെ ഒരാൾ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചതിന് ശേഷം അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരാശയമായിരിക്കണം അയാളുടെ മതം. അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിൽ തന്നെ പല ആളുകൾക്ക് പല മതങ്ങളുണ്ടാവും. ഓരോ ദിവസവും മതം മാറ്റം നടത്തുകയാണ് എന്നൊക്കെയാണ് ആ വാദഗതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരിടം അതിൽ സ്ഥാപിക്കുന്ന നന്നായിരിക്കും എന്നിങ്ങനെയുള്ള ശിഥിലമായ കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട്